ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രധാന ദിനങ്ങളെന്ന് നമ്മൾ പഠിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 1 ആണ്. കുറേയധികം ദിനങ്ങൾ നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് അതിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. കുറച്ചധികം ദിനങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും കൃത്യമായിട്ട് നോക്കുക. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കാണുക. പ്ലേലിസ്റ്റിനകത്ത് ICDS സൂപ്പർവൈസറുടെ പ്ലേലിസ്റ്റ് ഉണ്ട് യൂട്യൂബിൽ. അതിനകത്ത് നമ്മൾ എന്തുണ്ട്, കഴിഞ്ഞ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. പ്രധാന ദിനങ്ങൾ എന്ന് പറയുന്നത് പാർട്ട് 2 ആണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ICDS സൂപ്പർവൈസറിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുള്ളത് ഇന്നാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ചൂടെ കാണുന്ന 9747886626 എന്ന് പറയുന്ന പേജ് 3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഇന്നോട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ നമ്മളെ ടോപ്പിക്കുകൾ ലഭിക്കാനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ICDS പ്രധാന ദിനങ്ങളിലെ പാർട്ട് 2ലേക്ക് കിടക്കാം. അതിന് മുന്നോടിയായിട്ട് ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോക ഓട്ടിസം ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയപ്പോൾ എങ്ങനെയോ സംഭവിച്ചതാണ്. ഞാൻ പിന്നീട് ആ ക്ലാസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം ആ ടൈമിൽ എനിക്കത് എങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഓക്കെ, അതായത് ഓൾറെഡി ലോക ഓട്ടിസം ദിനം അല്ലേ, ലോക ഓട്ടിസം ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഏതാണ്? ഏപ്രിൽ 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബോർഡിലും എന്ത് തന്നെയാണ്, ഏപ്രിൽ 2 തന്നെയാണ്. പക്ഷേ എങ്ങനെയോ എൻ്റെ മൈൻഡിലേക്ക് ഭൗമദിനം കയറി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പറയുന്നത് ഓട്ടിസം ദിനമാണെങ്കിലും ഞാൻ ഉത്തരവായിട്ട് പറഞ്ഞത് ഭൗമദിനത്തിൻ്റെ ഏപ്രിൽ 22 ആയിപ്പോയി. അതൊന്ന് തിരുത്തി പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ലോക ഓട്ടിസം ദിനം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഓട്ടിസം ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 2 എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിലാണ് തെറ്റുള്ളത്. അത് എങ്ങനെയോ സംഭവിച്ചു. ഓക്കെ, അത് ഞാൻ പിന്നീട് അതിൻ്റെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ റെക്കോർഡ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം പിന്നീട് അതിൽ നമ്മൾ തിരുത്തലുകൾ ചെയ്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതുകൊണ്ട് അതിൽ തിരുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ദയവായി ക്ഷമിക്കുക. ഒരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ആ ക്ലാസ്സിൽ ലോക ഓട്ടിസം ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 2 തന്നെയാണ്. ഏപ്രിൽ 22 ഭൗമദിനമാണ്. അത് അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, സോ ഏപ്രിൽ 22 അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇത് ഇട്ടോന്നേ ഉള്ളൂ. ഇനിയുള്ള 2 ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ലോക മലേറിയ ദിനം എപ്പോഴാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ലോക മലേറിയ ദിനം എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ അതെന്താണ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ലോക മലേറിയ ദിനം എപ്പോഴാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ലോക മലേറിയ ദിനം ഏപ്രിൽ 25 ആണോ, ഏപ്രിൽ 26 ആണോ, ഏപ്രിൽ 27 ആണോ, ഏപ്രിൽ 28 ആണോ? എപ്പോഴാണ് ലോക മലേറിയ ദിനം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദേശീയ കുടുംബ ദിനം എപ്പോഴാണ്? ദേശീയ കുടുംബദിനം എപ്പോഴാണ്? മെയ് 14, മെയ് 15, മെയ് 16, മെയ് 17. ഓക്കെ, ദേശീയ കുടുംബദിനം എപ്പോഴാണ്? അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? സോ ഇനി നമ്മൾ വേറെ കുറച്ച് ദിനങ്ങൾ നമ്മൾ പഠിക്കുന്നു. അതിന് മുന്നോടിയായിട്ടൊരു ചെറിയ കാര്യം. ഇന്നാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുള്ള ICDS സൂപ്പർവൈസർ 10th ലെവലിൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുള്ളത് ഇന്നാണ്. ഓഗസ്റ്റ് 19 മെൻറ്റർഷിപ്പ്, ലൈവ് ക്ലാസ്, ഫ്ലെക്സിബിൾ, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് റെക്കോർഡർ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ OMR ടെസ്റ്റ് പ്രാക്ടീസ് ഉണ്ടാകും. കോഴ്സ് വാലിഡിറ്റി എക്സാം എപ്പോഴാണോ അതുവരെ ആയിരിക്കും കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചിത സമയത്തേക്കല്ല, പരീക്ഷ വരെ നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. എന്താണ്, അഡ്മിഷൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇന്നാണ് നമ്മൾ ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം മുതൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട്, നമ്മൾ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ കൃത്യമായിട്ട് ടൈം ടേബിൾ പ്രകാരം പഠിച്ചു പോകാൻ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ ആയിട്ട് മാക്സിമം നാളേക്കുള്ളിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് എന്താണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കൃത്യമായിട്ട് പഠിക്കുക. കൃത്യമായ ഒരു മെൻറ്റർഷിപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും പറയാനും ലൈവ് ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈവിൻ്റെ അല്ലാതെയുള്ള റെക്കോർഡ് നിങ്ങൾക്ക് തരും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. സോ ആരെങ്കിലും എന്താണ് ഇതുവരെ നമ്മുടെ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ പ്രധാന ദിനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുന്നത് ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് മെയ് 31 മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനം എപ്പോഴാണ്? അത് മെയ് 31. അടുത്ത നോക്കൂ, ലോക ക്ഷീരദിനം. ലോക ക്ഷീരദിനം എപ്പോഴാണ്? ജൂൺ 1. ലോക ക്ഷീരദിനം എന്ന് പറയുന്നത് ജൂൺ 1. ലോക ക്ഷീരദിനം എപ്പോഴാണ്? ജൂൺ 1. ലോക പരിസ്ഥിതി ദിനം നമുക്കറിയാം അല്ലേ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോക പരിസ്ഥിതി ദിനം എപ്പോഴാണ്?
ജൂൺ 5 സോ മെയ് 31 നമ്മൾ എന്താണ് പഠിച്ചത്? മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം, ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31 നമ്മൾ പഠിച്ചത്. പിന്നീട് ജൂൺ 1 നമ്മൾ എന്താണ് പഠിച്ചത്? ലോക ക്ഷീരദിനമാണ് പഠിച്ചത്. ലോക ക്ഷീരദിനമാണ് ജൂൺ 1 പഠിച്ചത്. പിന്നീട് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയാൽ ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എപ്പോഴാണ്? അത് ജൂൺ മാസം 7-ാം തീയതിയാണ്. ഓക്കെ, ജൂൺ മാസം 7-ാം തീയതിയാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്ന് പറയുന്നത്. ഇനി ലോക സമുദ്ര ദിനം. ലോക സമുദ്ര ദിനം ജൂൺ 8 ഓക്കെ, അപ്പോൾ ജൂൺ 7 എന്താണ്? ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ് ജൂൺ 7 എന്ന് പറയുന്നത്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ് ജൂൺ 7 എന്ന് പറയുന്നത്. ജൂൺ 8 സമുദ്ര ദിനമാണ്. ലോക സമുദ്ര ദിനമാണ് ജൂൺ 8 എന്ന് പറയുന്നത്. ഇനി ലോക രക്തദാന ദിനം. ലോക രക്തദാന ദിനം ജൂൺ 14. ലോക രക്തദാന ദിനം ജൂൺ 14. ലോക രക്തദാന ദിനം എപ്പോഴാണ്? ജൂൺ മാസം 14-ാം തീയതി. സോ നമ്മളിവിടെ എന്തൊക്കെ ദിവസങ്ങളാണ് പഠിച്ചത്? ഒന്ന്, ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനം എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പഠിച്ചേ. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. അടുത്തത് ലോക ക്ഷീരദിനം ജൂൺ 1. ലോക ക്ഷീരദിനം ജൂൺ 1. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. ലോക സമുദ്ര ദിനം ജൂൺ 8. പിന്നെയോ ലോക രക്തദാന ദിനം ജൂൺ 14. ഇത്രയും കാര്യങ്ങൾ അറിയാത്തൊക്കെ എഴുതി വെച്ചോ. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കുക. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ മരുഭൂമി മരുവൽക്കരണ ദിനം. മരുഭൂമി മരുവൽക്കരണ ദിനം അതും എന്താണ്? ജൂൺ 14. മരുഭൂമി മരുവൽക്കരണ ദിനം ജൂൺ 14. ജൂൺ 14 നമ്മൾ മറ്റൊന്നുകൂടി നോക്കിയിട്ടുണ്ടായിരുന്നു, ലോക രക്തദാന ദിനം. ലോക രക്തദാന ദിനം ജൂൺ 14 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജൂൺ 14 മറ്റൊരു ദിനമുണ്ട്, അത് മരുഭൂമി മരുവൽക്കരണ ദിനം. മരുഭൂമി മരുവൽക്കരണ ദിനം ജൂൺ 14. മരുഭൂമി മരുവൽക്കരണ ദിനം ജൂൺ 14. ഇനി ദേശീയ ഡോക്ടേഴ്സ് ദിനം അല്ലേ? ദേശീയ ഡോക്ടേഴ്സ് ഡേ അല്ലെ? നാഷണൽ ഡോക്ടേഴ്സ് ഡേ. ദേശീയ ഡോക്ടേഴ്സ് ദിനം എപ്പോഴാണ്? അത് ജൂലൈ 1. ജൂലൈ 1. ഇവിടെ ജൂൺ 1 നമ്മൾ എന്താണ് പഠിച്ചത്? ലോക ക്ഷീരദിനം പഠിച്ചു അല്ലേ? ലോക ക്ഷീരദിനം ജൂൺ 1 പഠിച്ചു. എന്നാൽ നാഷണൽ ഡോക്ടേഴ്സ് ഡേ അല്ലെ? ദേശീയ ഡോക്ടേഴ്സ് ദിനം. ദേശീയ ഡോക്ടേഴ്സ് ദിനം എപ്പോഴാണ്? ജൂലൈ 1. ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്ന് പറയുന്നത് ജൂലൈ 1. ഇനി ലോക ജന്തുജന്യ രോഗ ദിനം. നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ലോക ജന്തുജന്യ രോഗ ദിനം. ജന്തുജന്യ രോഗ ദിനം എപ്പോഴാണ്? അത് ജൂലൈ 6. ലോക ജന്തുജന്യ രോഗ ദിനം ജൂലൈ 6. ലോക ജന്തുജന്യ എന്താണ് രോഗദിനം ജൂലൈ 6. അടുത്തത് ലോക ജനസംഖ്യാ ദിനം അല്ലേ? ജനസംഖ്യാ ദിനം ജൂലൈ 11. ജനസംഖ്യാ ദിനം ജൂലൈ 11 ജനസംഖ്യാ ദിനം. പിന്നീട് ഹെപ്പറ്റൈറ്റിസ് ഡേ അല്ലേ? ഹെപ്പറ്റൈറ്റിസ് ഡേ. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ഹെപ്പറ്റൈറ്റിസ് ദിനം എപ്പോഴാണ്? ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ദിനം. പിന്നെയോ ലോക ഗജദിനം അല്ലേ? ഗജദിനം പറഞ്ഞാൽ ആന, ഗജം അറിയാലോ, ആന അല്ലേ? ലോക ഗജദിനം എപ്പോഴാണ്? ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 12 ലോക ഗജദിനം എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ എന്തൊക്കെയാണ് നോക്കിയത്? ഒന്ന്, മരുഭൂമി മരുവൽക്കരണ ദിനം. മരുഭൂമി മരുവൽക്കരണ ദിനം ജൂൺ മാസം 14-ാം തീയതി അല്ലേ? ജൂൺ 14. പിന്നീട് ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. ലോക ജന്തുജന്യ രോഗ ദിനം ജൂലൈ 6. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ലോക ഗജദിനം ഓഗസ്റ്റ് 12. ലോക ഗജദിനം ഓഗസ്റ്റ് 12. പിന്നെയോ നോക്കുക, ലോക കൊതുക് ദിനം അല്ലേ? കൊതുക് നിവാരണ ദിനം. ലോക കൊതുക് നിവാരണ ദിനം ഓഗസ്റ്റ് 20. ലോക കൊതുക് നിവാരണ ദിനം എപ്പോഴാണ്? ഓഗസ്റ്റ് 20. ലോക കൊതുക് നിവാരണ ദിനം. ലോക കൊതുക് നിവാരണ ദിനം ഓഗസ്റ്റ് 20. അതുപോലെ തന്നെ ലോക നാളികേര ദിനം. നാളികേര ദിനം എപ്പോഴാണ്? അത് സെപ്റ്റംബർ 2. സെപ്റ്റംബർ 2 എന്താണ്? ലോക നാളികേര ദിനമാണ് സെപ്റ്റംബർ 2. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. പിന്നെ നോക്കൂ, ഓസോൺ ദിനം നമുക്കറിയാം സെപ്റ്റംബർ 16 ഓസോൺ ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം നമുക്കറിയാം. ഇനി അടുത്ത നോക്കൂ, അൽഷിമേഴ്സ് ദിനം അല്ലേ? അൽഷിമേഴ്സ് ദിനം എപ്പോഴാണ്? അത് സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം അല്ലേ? അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം. പിന്നീട് ദേശീയ ബധിരദിനം അല്ലേ? ദേശീയ ബധിരദിനം സെപ്റ്റംബർ 26. സെപ്റ്റംബർ 26 ദേശീയ ബധിരദിനം. ലോകവും ദേശീയവും മാറിപ്പോകരുത്. ഓക്കെ, ദേശീയ ബധിരദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 26 ദേശീയ ബധിരദിനം. ഇനി ലോക
ഹൃദയ ദിനം, ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമെങ്കിൽ ദേശീയ രക്തദാന ദിനം നോക്കുക. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനം അല്ലേ. ദേശീയ രക്തദാന ദിനം എപ്പോഴാണ്? ഒക്ടോബർ 1. ഇവിടെ നമ്മൾ ലോക രക്തദാന ദിനം പഠിച്ചില്ലേ. ലോക രക്തദാന ദിനം അത് ജൂൺ 14. ആദ്യം ലോകമല്ലേ പിന്നെയല്ലേ ദേശീയം, അങ്ങനെ നോക്കൂ. ലോകമല്ലേ വലുത്, അപ്പോൾ ആദ്യം ലോകം പിന്നീട് ദേശീയം. ഇപ്പോൾ ലോക രക്തദാന ദിനം ജൂൺ മാസം 14 ജൂൺ 14 മാറിപ്പോകരുത്. ലോക രക്തദാന ദിനം ജൂൺ 14 മാറിപ്പോകരുത്. ലോക രക്തദാന ദിനം എപ്പോഴാണ്? ജൂൺ 14. ഇനി ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ദേശീയ രക്തദാന ദിനം എപ്പോഴാണ്? ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനം. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ഇനി ലോക പ്രകൃതി ദിനം നോക്കുക. ലോക പ്രകൃതി ദിനം ഒക്ടോബർ 3. ഒക്ടോബർ 3 ലോക പ്രകൃതി ദിനം. ലോക പ്രകൃതി ദിനം ഒക്ടോബർ 3. ലോക പ്രകൃതി ദിനം എപ്പോഴാണ്? ഒക്ടോബർ 3. സോ ഇതിൽ നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത്? കൊതുക് നിവാരണ ദിനം നോക്കിയില്ലേ. ലോക കൊതുക് നിവാരണ ദിനം ഓഗസ്റ്റ് 20. ലോക കൊതുക് നിവാരണ ദിനം ഓഗസ്റ്റ് 20. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. ഓസോൺ ദിനം സെപ്റ്റംബർ 16. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ദേശീയ ബധിര ദിനം സെപ്റ്റംബർ 26. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. പിന്നീട് ലോക പ്രകൃതി ദിനം ഒക്ടോബർ 3. സോ കുറച്ചധികം ദിനങ്ങൾ നമ്മളിവിടെ നോക്കി, കുറച്ചധികം ദിനങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് പറയുന്ന ലോക മലേറിയ ദിനം അത് എപ്പോഴാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ലോക മലേറിയ ദിനം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 25. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചതാണ്. ഏപ്രിൽ 25 അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഏപ്രിൽ 25 ദേശീയ മലേറിയ ദിനം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ദേശീയ കുടുംബ ദിനമാണ് ചോദിച്ചല്ലേ. ദേശീയ കുടുംബ ദിനം എന്ന് പറയുന്നത് മെയ് 15. ദേശീയ കുടുംബ ദിനം എന്ന് പറയുന്നത് മെയ് 15 ദേശീയ കുടുംബ ദിനം എന്ന് പറയുന്നത്. സോ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് ഒരുപാട് ദിനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും തന്നെ ചിലപ്പോൾ ബോറടിക്കും, ക്ലാസ് ബോറടിക്കും. പിന്നെ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റോടെ കണ്ടുവന്ന ക്ലാസ് ബോറായിട്ട് കൊണ്ട് നിർത്തുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോൾ കുറച്ച് നമുക്ക് എന്തായാലും പഠിക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ ദിനങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അറിയാത്ത ദിനങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് എഴുതി വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. സോ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക. നമ്മൾ ICDS സൂപ്പർവൈസറുടെ 10th ലെവലിൻ്റെ ഓൺലൈൻ ബാച്ച് നമ്മൾ ഇന്നാണ് ആരംഭിച്ചിട്ടുള്ളത്, ഓഗസ്റ്റ് 19. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ചുവടെ കാണുന്ന 9747886626 എന്ന് പറയുന്ന PG3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.